ഇന്നുള്ളത് എല്ലപ്പെട്ടി എന്ന ഗ്രാമത്തിലാണ്. മൂന്നാറിൽ നിന്നും വട്ടവട പോകുന്ന റൂട്ടിൽ ടോപ്പ് സ്റ്റേഷൻ എത്തുന്നതിന് മുൻപായി തേയിലക്കാടുകൾക്ക് താഴെ കാണുന്ന ഗ്രാമമാണ് എല്ലപ്പെട്ടി. ഇതുവഴി പോകുന്ന സഞ്ചാരികളെല്ലാം തന്നെ റോഡിൽ നിന്നും താഴേക്ക് നോക്കി ഈ ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിച്ചവരാവും. നമ്മളും അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ ആ ഗ്രാമീണ ഭംഗി നേരിട്ട് ആസ്വദിക്കാൻ എത്തിയതാണ്. ഹൈറേഞ്ചിലെ തേയില കുന്നുകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാവും. ഇവിടുത്തെ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളാണ് ഇവിടെ കാണുന്നത്. തേയില കൂടാതെ കൃഷിയിടങ്ങളും ഇവിടെ കാണാൻ കഴിയും. ഈ അടുത്ത് ഹൈറേഞ്ചിൽ പോയത് നെല്ലിയാമ്പതിയിലായിരുന്നു. അവിടെ തേയിലത്തോട്ടങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിൽ ഇവിടെ തേയില കൂടാതെ പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ട്. വീടിന് മുകളിൽ ചാക്കുകളിൽ കല്ലുകളും മറ്റും നിറച്ച് കെട്ടിവച്ചിരിക്കുന്നത് കാണാം. കാറ്റ് വരുമ്പോൾ മുകളിലെ ഷീറ്റ് ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇരുവശങ്ങളിലും വേലി കെട്ടിയ വഴികളിലൂടെ മുന്നോട്ടേക്ക് നടന്നു. വഴിയിൽ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്. അതിരാവിലെ നല്ല മഴ പെയ്തിരുന്നു. വലതുവശത്തായി പല നിറത്തിലുള്ള വീടുകളുടെ ലൈൻസൊക്കെ കാണാം. നേരത്തെ പറഞ്ഞ പുരപ്പുറത്തെ ചാക്കുകെട്ടുകൾ ഇപ്പോൾ വ്യക്തമായി തന്നെ കാണാം. എസ്റ്റേറ്റുകാർ കൊടുക്കുന്ന വീടാണെങ്കിലും നെല്ലിയാമ്പതിയിലെ പോലെയല്ല. എല്ലാവരും സ്വന്തം നിലക്ക് തന്നെ പല നിറങ്ങളൊക്കെ കൊടുത്ത് വീടിന് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇന്നലെ മൂന്നാറിൽ എത്തിയതായിരുന്നു. ഇത്തവണ KSRTCയിലായിരുന്നു സ്റ്റേ ചെയ്തത്. മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലകളിലൂടെ വരുമ്പോഴുള്ള ശക്തമായ മഴയൊന്നും ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്നത് ആശ്വാസകരമായിരുന്നു. നേര്യമംഗലം പാലവും കടന്ന് കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ചാറ്റൽ മഴ പെയ്തു തുടങ്ങിയിരുന്നു. പിന്നെ കോടമഞ്ഞും. വെള്ളച്ചാട്ടങ്ങളൊക്കെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. എല്ലപ്പെട്ടി കവലയിൽ വന്ന് ഇവിടേക്കുള്ള പ്രവേശന വഴിയിൽ പണിക്കാരും സൂപ്പർവൈസറുമൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അനുവാദം വാങ്ങി സൂപ്പർവൈസർ നമ്മുടെ കൂടെ തന്നെ വരികയും ചെയ്തു. അതല്ലാതെ തനിയെ നമുക്കിവിടെ പ്രവേശിക്കാൻ സാധിക്കില്ല. ഇവിടെ എല്ലാ സ്ഥലങ്ങളും കമ്പനികളുടെ കീഴിലായതുകൊണ്ട് തന്നെ അല്പം റിസ്ക്കാണ് ഇവരുടെ എസ്റ്റേറ്റിലേക്ക് പ്രവേശിക്കാൻ. എൻ്റെ മുൻപേ നടക്കുന്നതാണ് സൂപ്പർവൈസർ ചേട്ടൻ. ഇവിടുത്തെ കൃഷിയിടങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. ഒരു ചെറിയ ഇടവഴിയിലൂടെ മുന്നോട്ട് നടന്നു. വലതുവശത്തായി വിശാലമായി കൃഷിയിടം കാണാം. ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെയുള്ളത്. ഓണം വിപണി ലക്ഷ്യമാക്കിയാണ് ഇവിടെ കൃഷി തുടങ്ങുന്നത്. വിത്തിറക്കി 3 മാസമാണ് വിളവെടുക്കുന്നതിനുള്ള സമയമെന്ന് സൂപ്പർവൈസർ പറഞ്ഞത്. ഇവിടെ പലയിടങ്ങളിലും സ്ഥിരം പച്ചക്കറി കൃഷികൾ ചെയ്തിരുന്നവർ ഇപ്പോൾ കൃഷിയിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല. കാരണം ആന, കാട്ടുപന്നി, മയിൽ തുടങ്ങിയവയുടെ കൃഷിയിടത്തിലെ വിള നശിപ്പിക്കൽ ഇവർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടും നാശനഷ്ടവും വരുത്തിവെക്കുന്നു. എല്ലായിടങ്ങളിലും ഫെൻസിംഗ് പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ അതെല്ലാം ഫലിക്കാതെ വരുന്നു. മയിൽ, കാട്ടുപന്നി ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ നാട്ടിൻപുറങ്ങളിൽ തന്നെ ഭീതിയുണ്ടാക്കുന്നു. അപ്പോൾ കാടിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശങ്ങളിലെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ? എല്ലപ്പെട്ടിയിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത്. തേയില കൊണ്ടുപോകുന്ന വാഹനമാണ് ഈ വരുന്നത്. പിന്നെ നേരത്തെ കണ്ട പോലെയുള്ള കളർഫുള്ളായിട്ടുള്ള വീടുകൾ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. വീടുകൾക്ക് പുറകുവശത്തായി വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വിറകുകളൊക്കെ അടുക്കി വച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇടയ്ക്കിടെ ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്.
ഇവിടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് നിശ്ചിത പ്രായമൊക്കെയുണ്ട്. പ്രായപരിധി കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ നിന്നുള്ള മറ്റാരെങ്കിലും ആ ജോലി തുടരണം. എന്നാലേ ഇവിടുത്തെ വീട്ടിൽ താമസിക്കാനാകൂ. അല്ലെങ്കിൽ എസ്റ്റേറ്റിലെ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ചേട്ടനൊക്കെ വിരമിച്ചതാണ്. പുള്ളിക്ക് മാസത്തിൽ 2500 രൂപ പെൻഷൻ നൽകുന്നുണ്ട് കമ്പനി. നമ്മൾ മുൻപ് പോയ വാൽപ്പാറ, നെല്ലിയാമ്പതി എസ്റ്റേറ്റുകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു കൂടുതൽ. അവർ ഇവിടെ വന്ന് കുടുംബത്തോടെ ജോലി ചെയ്യുകയായിരുന്നു. സൗജന്യമായി വീടുകളും ലഭിക്കും. പക്ഷേ ഇവിടെ ഇതര സംസ്ഥാനക്കാർ ഉണ്ടെങ്കിലും തദ്ദേശീയരായിട്ടുള്ള ആളുകളാണ് കൂടുതലുള്ളത്. പിന്നെ ഇവിടെ അറിയാമല്ലോ, തമിഴ് സംസാരിക്കുന്നവരാണ് കൂടുതലുമുള്ളത്. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കാറുണ്ട്, മൂന്നാർ കേരളത്തിലല്ലേ എന്ന്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഊട്ടി ഉൾപ്പെടുന്ന നീലഗിരി ജില്ലയിൽ ദേവർഷോല, ദേവാല തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവിടുത്തെ തേയിലത്തോട്ടങ്ങളിലും ലൈൻസായിട്ടുള്ള വീടുകളിലുമൊക്കെ മലയാളികളെ കാണാൻ സാധിക്കും. തേയിലത്തോട്ടങ്ങളിലെ പച്ചപ്പുകൾക്കിടയിലെ ഒരു ചർച്ചാണ് ഈ കാണുന്നത്. താഴെ നിന്നും നടന്ന് ഏകദേശം മുകൾ ഭാഗത്തായി എത്തിയിട്ടുണ്ട്. ചർച്ചിലേക്കുള്ള ഗേറ്റിന് മുൻപിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്നുള്ള താഴ്വാരത്തെ കാഴ്ചയാണിത്. റോഡിലേക്ക് വന്നാൽ വട്ടവടയിലേക്കുള്ള KSRTC ബസ്സാണ് ഈ പോകുന്നത്. യെല്ലപ്പട്ടിയിലെ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ കവാടമാണിത്. കുറച്ചു താഴെയായിട്ടാണ് സ്കൂൾ കെട്ടിടം. ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അവിടേക്ക് പോകുന്നില്ല. അവിടുന്ന് മുന്നോട്ട് യെല്ലപ്പട്ടി കവലയിലേക്ക് നടന്നു നീങ്ങി. റോഡിന്റെ വശങ്ങളിലെ താൽക്കാലിക കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ നടന്ന് യെല്ലപ്പട്ടി കവലയിലെത്തി. അവസാന ഗ്രാമം എന്ന് അർത്ഥം വരുന്ന യെല്ലപ്പട്ടി പശ്ചിമഘട്ടത്തിലെ മലനിരകളിൽ കേരളത്തിനും തമിഴ്നാടിനും ഇടയിലുള്ള അതിർത്തിയായി കണക്കാക്കപ്പെടുന്ന ഗ്രാമമാണ്. മൂടൽ മഞ്ഞും ചെറിയ രീതിയിലുള്ള വെളിച്ചവും കൊണ്ട് മൂടപ്പെട്ടതാണ് ഈ ഗ്രാമം. മൂന്നാറിന് കിഴക്കായി ജനക്കൂട്ടത്തിൽ നിന്നും ആരവങ്ങളിൽ നിന്നുമൊക്കെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ റേഷൻ കടയും അതുപോലെ തന്നെ മറ്റുള്ള കടകളൊക്കെയാണ് ഈ കാണുന്നത്. സമീപത്തെ ചായക്കടയിൽ നിന്നും ഞാനും സൂപ്പർവൈസർ ചേട്ടനും കൂടെ ചായ കുടിച്ചു. ഈ തണുപ്പിന് ഇടയ്ക്കിടെ ചൂട് ചായ നല്ലതായിരുന്നു. കവലയിൽ ഈ സമയം ആളുകൾ വളരെ കുറവാണ്. എല്ലാവരും ജോലി സ്ഥലങ്ങളിലായിരിക്കും. ഇവിടെ ഇരിക്കുമ്പോഴാണ് ദൂരെ കോടമഞ്ഞിറങ്ങിയ മലനിരകളുടെ മനോഹരമായ കാഴ്ച. പെട്ടെന്നായിരുന്നു നമ്മുടെ ആനവണ്ടിയുടെ എൻട്രി. KSRTC ബസ് പോയി കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് മുന്നോട്ടേക്ക് അല്പദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസ് കാണാൻ സാധിച്ചു. ചുറ്റും പൂക്കളും ചെടികളുമൊക്കെ അലങ്കരിച്ച് ഒരു ഹോം സ്റ്റേയിലേക്കോ റിസോർട്ടിലേക്കോ കയറിപ്പോകുന്നത് പോലെയാണ് തോന്നിയത്. പോസ്റ്റ് ഓഫീസിന്റെ ഭംഗിയൊക്കെ കുറച്ചു സമയം ആസ്വദിച്ച് തിരിച്ചു നടന്നു. ബൈക്ക് വെച്ചിരിക്കുന്നിടത്തേക്ക് ഒരു 1/2 കിലോമീറ്റർ ദൂരം നടക്കണം. ഗ്രാമത്തിന്റെ അവസാന ഭാഗത്തെ കവാടത്തിലൂടെയാണ് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയത്. ഒരു കടയുടെ മുൻപിലായി ക്യാരറ്റൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ചോളം വേവിച്ച് കൊടുക്കുന്നുമുണ്ട്. ഇതിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ സ്ഥിരം കാഴ്ചയാണല്ലോ ഇതൊക്കെ. യെല്ലപ്പട്ടി ഗ്രാമം 3 കാറ്റഗറി ആയിട്ടാണ് ഉള്ളത്. നമ്മൾ പോയ സ്ഥലം കൂടാതെ തന്നെ സമീപത്ത് മറ്റു പ്രദേശങ്ങളും ഉണ്ട്. എന്നാൽ അവിടേക്ക് പ്രവേശനം സാധ്യമാവില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മൾ പോയ ഗ്രാമത്തിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. അങ്ങനെ ബൈക്ക് വച്ചിടത്തേക്ക് നടന്നെടുത്തു.
മൂന്നാറിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന സ്ഥലങ്ങളെക്കാൾ നമ്മൾ കാണാത്ത നല്ല ഭംഗിയുള്ള കാഴ്ചകൾ വേറെയുമുണ്ട്. എല്ലാം നമുക്ക് പ്രവേശിക്കാൻ പറ്റാത്ത കമ്പനികളുടെ കീഴിലാണ് അത്തരം സ്ഥലങ്ങളൊക്കെ ഉള്ളത്. അത്തരം കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നതൊക്കെ ദൂരെ നിന്നും കണ്ട് തൃപ്തിപ്പെടുക, തിരിച്ചു പോരുക, അത്രമാത്രമേ സാധിക്കൂ. എല്ലപ്പെട്ടിയിലേക്ക് എത്താൻ തേയിലത്തോട്ടങ്ങളും കുണ്ടല, മാട്ടുപ്പെട്ടി അണക്കെട്ടുകളൊക്കെ കടന്ന് 1 മണിക്കൂർ 35 കിലോമീറ്റർ ദൂരം ഡ്രൈവ് ചെയ്തു വന്നാൽ ഇവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കും. അടുത്തതായിട്ട് പോകുന്നത് കാന്തല്ലൂരിലേക്കാണ്. പോകും വഴിയിലെ കോവിൽക്കടവ് പാലത്തിൽ നിന്നും ഇരുവശങ്ങളിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. പുഴയിൽ നല്ല രീതിയിൽ തന്നെ വെള്ളവും ഒഴുക്കുമുള്ളൊരു സമയമാണിപ്പോൾ. സമീപത്തെ കടകളും വീടുകളും മറ്റുമാണ് കാഴ്ചയിൽ. ഈ വശത്തേക്ക് വരുമ്പോൾ പുഴയുടെ കരയിലായി ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. സമീപത്തായി കോവിൽക്കടവ് പാലത്തിൻ്റെ ബോർഡും കാണാവുന്നതാണ്. എല്ലപ്പെട്ടിയിൽ നിന്നും മൂന്നാർ വന്നാണ് മറയൂരിലേക്ക് വരേണ്ടത്. മറയൂരിൽ നിന്നുമാണ് കാന്തല്ലൂരിലേക്ക് പോകേണ്ടതും. എല്ലപ്പെട്ടിയിൽ നിന്നും വരുന്ന വഴി ഒരു ഷോർട്ട് കട്ട് റോഡുണ്ട്, ഓഫ് റോഡാണ്. അതുവഴി വന്നാൽ നേരെ മറയൂർ റോഡിലേക്ക് പ്രവേശിക്കുമായിരുന്നു. ഇപ്പോൾ അത് താൽക്കാലികമായി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് മൂന്നാർ ടൗണിൽ വന്നു വേണം ഇവിടേക്കെത്താൻ. കാന്തല്ലൂരിലേക്ക് പോകും വഴി ആദ്യം കിട്ടുന്ന സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ് ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ്. അടുത്തതായി അവിടേക്കാണ് പോകുന്നത്. വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. വെറുതെയല്ല ഇവിടുന്ന് തിരിച്ചു വരുന്നവരുടെ മുഖത്ത് ഒരു സന്തോഷം ഇല്ലാതിരുന്നത്. വെള്ളം തീരെയില്ല. അതിന് പകരമായി നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ കണ്ട പുഴയുടെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അതൊരു നല്ല കാഴ്ചയായിരുന്നു. കാന്തല്ലൂർ ലക്ഷ്യമാക്കി മുന്നോട്ട് സഞ്ചരിച്ചു. ചെറിയ ചുരം വളവുകളൊക്കെ കയറി തുടങ്ങി. ഇന്ന് അധിക സഞ്ചാരികളെയൊന്നും ഈ റൂട്ടിൽ കാണുന്നില്ല. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഇടയ്ക്കിടെ പെയ്യുന്നുണ്ടെങ്കിലും യാത്രയെ തടസ്സപ്പെടുത്തുന്നില്ല. കാന്തല്ലൂർ ടൗൺ എത്തുന്നതിന് മുൻപായി ചെറിയൊരു പ്രദേശം കീഴാന്തൂർ. അവിടെ നിന്നും ഒരു കോൺക്രീറ്റ് റോഡ് വഴി ഇറങ്ങി വന്നാൽ ഇതുപോലെയൊരു പ്രദേശത്തേക്കാണ് എത്തിച്ചേരുക. ഇരുവശങ്ങളിലും നെൽപ്പാടങ്ങളെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നിലങ്ങൾ. വെളുത്തുള്ളി കൃഷിയാണ് ഈ കാണുന്നതും ദൂരേക്ക് കാണുന്നതും. അതിനിടയിൽ ഇതുപോലെ മരക്കമ്പ് കുത്തി നിർത്തിയിരിക്കുന്നത് ബീൻസ് കൃഷിക്ക് വേണ്ടിയാണ്. സമീപത്തെ വീടുകളാണിത്. ചുറ്റും പച്ചപ്പും ചെടികളുടെയും പൂക്കളുടെയും ഇടയിലാണ് വീടുകളൊക്കെ ഉള്ളത്. അല്പം മുന്നോട്ടേക്ക് വന്നാൽ മറയൂരിൻ്റെ സമീപ പ്രദേശങ്ങളൊക്കെ കാഴ്ചയിൽ വരുന്ന ഒരു വ്യൂ പോയിന്റാണ് ഉള്ളത്. കൃഷിയിടത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി മെയിൻ റോഡിൽ കയറി അവിടെ നിന്നും ചെറിയ കോൺക്രീറ്റ് പാത വഴി താഴേക്കിറങ്ങി. ഇറങ്ങി നടക്കുമ്പോൾ വശങ്ങളിലായി വീടുകൾ, അത് കഴിഞ്ഞ് കൃഷിയിടങ്ങൾ. വിത്തിറക്കാൻ തയ്യാറായി നിൽക്കുന്നതും വിളവാകാറായി നിൽക്കുന്നതുമായിട്ടുള്ള നിലങ്ങൾ ഇരുവശങ്ങളിലും കാണാമായിരുന്നു. വഴിയരികിൽ മരക്കമ്പുകളൊക്കെ കെട്ടാക്കി ഇറക്കി വച്ചിട്ടുണ്ട്. ബീൻസ് ഉള്ളിടത്താണ് ഇത്തരം മരക്കമ്പുകൾ കാണാൻ സാധിക്കുന്നത്. കാന്തല്ലൂരിലേക്ക് എത്തുന്നതിന് മുൻപായി കീഴാന്തൂർ എന്ന സ്ഥലത്തു നിന്നും വലതുവശത്തേക്ക് ഒരു കോൺക്രീറ്റ് പാത വരുന്നുണ്ട്. ആ വഴി ഇറങ്ങിയാൽ കാന്തല്ലൂർ വാട്ടർഫാൾസിലേക്ക് നടന്നു പോകാൻ സാധിക്കും. അതിൻ്റെ ബോർഡ് റോഡിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട്. അവിടേക്ക് വരുന്ന വഴിയിലാണ് ഈ കാർഷിക ഗ്രാമം ഉള്ളത്. ഇതിലൂടെ നടക്കുമ്പോൾ വെള്ളം ഒഴുകുന്നതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം. അങ്ങനെ താഴേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഒരു ചെക്ക് ഡാം കാണാൻ സാധിച്ചത്.
ചെക്ക് ഡാമിന് സമീപത്തായി മറ്റു കൃഷിയിടങ്ങളും കാണാം. ദൂരെ കാണുന്ന മലകൾക്കപ്പുറമാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പോയ എല്ലപ്പെട്ടിയും. വട്ടവടയുടെ ഭൂപ്രകൃതിയോട് സമാനമായ ഭൂപ്രകൃതിയാണ് ഇവിടെയും. പക്ഷേ അവിടെ പച്ചക്കറി കൃഷി ധാരാളമായി ചെയ്യുന്നുണ്ട്. ഇവിടെ വളരെ കുറച്ച് മാത്രമാണ്. പോകും വഴിയിലെ മണ്ണുകൊണ്ട് തേച്ച വീടുകളൊക്കെ കാണാം. ആൾതാമസമുള്ളതും ഇല്ലാത്തതുമായ ഇത്തരം വീടുകളൊക്കെ ഇവിടെയുണ്ട്. വെളുത്തുള്ളി കൃഷിയിടത്തിൽ ജോലിയെടുക്കുന്നവരെയാണ് ഈ കാണുന്നത്. കഴിഞ്ഞ തവണ വെളുത്തുള്ളിക്ക് മികച്ച വില ലഭിച്ചിരുന്നു. അതാണ് ഇത്തവണയും എല്ലായിടത്തും ഈ കൃഷി തന്നെ ചെയ്യാൻ തീരുമാനിച്ചത് എന്നാണ് കർഷകർ പറയുന്നത്. കൃഷിയിടത്തിലെ വീടുകൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് തരുന്നത്. അടുത്തു നിന്നുള്ളതിനേക്കാൾ ദൂരക്കാഴ്ചയാണ് നല്ലതെന്ന് തോന്നി. എല്ലാ വീടുകളും കൃഷിയിടങ്ങളും ഒരുമിച്ച് കാണാം. സമീപത്തായുള്ള വലിയ ഒരു അത്തിമരമാണിത്. മരത്തിന് ചുറ്റും പാറയാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് കാന്തല്ലൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമീണ ടൂറിസം വിഭാഗത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അഭിമാനകരമായ സ്വർണം അവാർഡ് നേടി. അതുപോലെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി കാന്തല്ലൂരിനെ ഉൾപ്പെടുത്തിയിരുന്നു. അതുപോലെ ആപ്പിൾ വാണിജ്യപരമായി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക സ്ഥലമായതിനാൽ കാന്തല്ലൂരിലെ തോട്ടങ്ങളും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന സ്ഥലമായി മാറിയിരിക്കുകയാണ്. മണ്ണുകൊണ്ട് തേച്ചിട്ടുള്ള ഇത്തരം വീടുകൾ ആദ്യകാലങ്ങളിൽ ആളുകൾ താമസിച്ചിരുന്നതും എന്നാൽ ഇപ്പോൾ പുറത്തെ അടുക്കളയായിട്ടും അതുപോലെ കൃഷിയിടങ്ങളിലൊക്കെ കാവൽ മാടമായും ഇത്തരം ഷെഡുകൾ കാണാൻ കഴിയും. എന്നാൽ വിരലിലെണ്ണാവുന്ന ഇത്തരം വീടുകളിൽ ആൾതാമസമുണ്ടെന്നാണ് അറിഞ്ഞത്. വീടിന് മുൻപിലെ ഒരു അലങ്കാര ചെടിയാണിത്. സമീപത്തെ ഒരു വ്യൂ പോയിന്റാണിത്. ഇതുവഴിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു പോകാനുള്ള എളുപ്പവഴി. വാഹനമാർഗം ജീപ്പ് എടുത്ത് ചുറ്റിക്കറങ്ങി കുറച്ച് ഓഫ് റോഡ് വഴിയാണ് വെള്ളച്ചാട്ടത്തിന് സമീപം എത്തുന്നത്. താഴേക്ക് നോക്കുമ്പോൾ മറയൂരിൻ്റെയും പരിസരങ്ങളിലെയും കാഴ്ചകളാണ് കാണുന്നത്. സമീപത്തെ ഒരു കടയാണിത്. തേയില, തേൻ, ചോക്ലേറ്റ് തുടങ്ങിയവ ലഭിക്കുന്ന ഒരു ഷോപ്പാണ്. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ തുറന്നിട്ട്. ശിവകുമാർ ചേട്ടൻ്റെതാണ് കട. പുള്ളിയാണ് ഞാനിവിടെ വന്നപ്പോൾ ഈ ഗ്രാമത്തെക്കുറിച്ചും ഇവിടുത്തെ സ്ഥലങ്ങളെ പറ്റിയുമൊക്കെ പറഞ്ഞു തന്നത്. അദ്ദേഹത്തിൻ്റെ കടയുടെ മുൻപിലാണ് മനോഹരമായ കൃഷിയിടങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഈ ഗ്രാമത്തെ അറിഞ്ഞ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശിവകുമാർ ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ DBയിൽ കൊടുക്കാം. അവിടെ നിന്നും പതിയെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ നല്ല മഴയായിരുന്നു. പിന്നെ മഴ അല്പം കുറഞ്ഞതിന് ശേഷമാണ് വണ്ടിയുമെടുത്ത് ഇറങ്ങിയത്. മഴത്തുള്ളികളൊക്കെ ക്യാമറയുടെ ലെൻസിൽ വീഴുന്നുണ്ട്. അങ്ങനെ സമയം 4:30 മഴ ഇതുവരെ യാത്ര മുടക്കിയിട്ടില്ല. ഇപ്പോഴാണ് ചെറിയ രീതിയിൽ പെയ്യാൻ തുടങ്ങിയത്. ഇവിടുത്തെ സമീപ ഗ്രാമങ്ങളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പോകും വഴിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വഴികളും മോശം ഗ്രാമീണ പാതകളും പിന്നിട്ട് പോവുകയാണ്. സ്കൂളൊക്കെ വിട്ട് കുട്ടികളൊക്കെ കുടയും ചൂടി വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തുന്ന സന്ദർശകർക്കായി ഗ്രാമീണ കാഴ്ച കൂടാതെ മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും ഇവിടെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് ആപ്പിൾ, ഓറഞ്ച്, സ്ട്രോബെറി തുടങ്ങിയ തോട്ടങ്ങൾ സന്ദർശിക്കുക എന്നത്. ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത്തരം സവാരികളൊക്കെ ഇവിടെ ലഭ്യമാണ്. അതുപോലെ വാട്ടർഫാൾസുകളൊക്കെ നിറയെ ഈ സമയങ്ങളിൽ ഇവിടെയുണ്ട്. പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും വട്ടവടയിലൂടെ പോകുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് വട്ടവടയുടെ ഗ്രാമീണ കാഴ്ചകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇനി ഏതായാലും വിളവെടുക്കാറാകുമ്പോൾ ഒരു തവണ കൂടെ പോയി കാണണം. മനോഹരമായ ഗ്രാമങ്ങളും പ്രകൃതിയുടെ കാഴ്ചകളും അതിശയിപ്പിക്കുന്ന മലനിരകളും കോടമഞ്ഞും ഇന്ത്യയിലുടനീളവും വിദേശത്തുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന സ്പോട്ടാണിത്. ശരിക്കും കാന്തല്ലൂർ വളരെ ശാന്തവും മനോഹരവുമാണ്. കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും ഒറ്റയ്ക്ക് പോലും വന്ന് ആസ്വദിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ധാരാളം വിളകളും പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ വളർത്തുന്നതിന് പേര് കേട്ടതാണ് ഈ സ്ഥലം. പ്രാദേശികമായിട്ടുള്ള ഇനങ്ങളും വിദേശ ഇനങ്ങളും സീസണിൽ വരുന്ന ഇനങ്ങളുമൊക്കെ ചേർന്നതാണ് പഴങ്ങളും പച്ചക്കറികളും. കാന്തല്ലൂരിനെ പഴങ്ങളുടെ നാട് എന്നും കേരളത്തിൻ്റെ കാശ്മീർ എന്നും വിളിക്കുന്നു. സമയം ഏകദേശം 5 മണി കഴിഞ്ഞു. നമ്മളിനി കാന്തല്ലൂരിൽ നിന്നും മറയൂരിലേക്ക് പോകും വഴിയുള്ള കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഉദുമൽപേട്ട, പൊള്ളാച്ചി, ആനമലൈ വഴിയാണ് ഉദ്ദേശിച്ചത്. എന്നാൽ സമയം വൈകുന്നതുകൊണ്ട് ആ റൂട്ട് വഴി പോകാൻ ചെക്ക് പോസ്റ്റിൽ നിന്നും സമ്മതിക്കുമോ എന്നറിയില്ല. ഏതായാലും താഴെ ഇറങ്ങിയതിനു ശേഷം നോക്കാം. പോകുന്ന വഴിയിലെ കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. തുറന്നു കിടക്കുന്ന ഒരു കടയാണിത്. പഴങ്ങളുടെ നാട് എന്ന് ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ. ഇവിടെയുള്ള പഴങ്ങളും പച്ചക്കറികളുമെല്ലാം ഇവിടെ കൃഷി ചെയ്ത് വിളവെടുത്തവയാണ്. അവിടെ നിന്നും വരുമ്പോൾ റോഡരികിൽ മരത്തടികൾ പിക്കപ്പിൽ നിന്നും താഴെ ഇറക്കുന്നത് കണ്ടു. ഗ്രാൻഡീസ് എന്നാണ് മരത്തിൻ്റെ പേര്. പ്ലൈവുഡ്, പേപ്പർ എന്നിവ നിർമ്മിക്കാനാണ് ഇത്തരം മരത്തടികൾ ഉപയോഗിക്കുന്നത്. 4-5 വർഷം കൊണ്ടാണ് ഇവ വളർച്ചയെത്തുന്നത്. മരത്തടികൾ ഇവിടെ നിന്നും വലിയ ലോറിയിൽ കയറ്റി പെരുമ്പാവൂരിലേക്കും മറ്റുമാണ് കൊണ്ടുപോകുന്നത്. ഒരു ചെറിയ വാട്ടർഫാൾസിന്റെ കാഴ്ചയാണിത്. പോകും വഴികളിൽ ഇതുപോലെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ച ഇടയ്ക്കിടെ കാണാൻ സാധിക്കും. ഒരു വളവിന് സമീപത്തായി ഒരു ചായക്കട. പുല്ലുകൊണ്ടാണ് മേഞ്ഞിരിക്കുന്നത്. ഒരു ചായ കുടിച്ചിട്ട് പോകാം എന്ന് വെച്ചു. തല കുനിഞ്ഞു വേണം അകത്തേക്ക് കയറാൻ. ആളുകളൊക്കെ ചായ കുടിക്കുന്നുണ്ട്. പുറത്ത് ഇങ്ങനെ ഒരു ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നാൽ താഴേക്കുള്ള കാഴ്ചയൊക്കെ ചെറിയ രീതിയിൽ കാണാൻ സാധിക്കും. ഇവിടെ എത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കാനാവും ഇതുപോലെയുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത്. ഏതായാലും നല്ല ഭംഗിയുണ്ട്. പോകും വഴിയിൽ ഒരു ഇടവേള എടുത്ത് പോകാം. മറ്റു കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം. നേരം ഇരുട്ടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചായ കുടിച്ച് യാത്ര തുടർന്നു. പിന്നീട് എത്തിയത് മറയൂരിലേക്ക് വരും വഴിയിലെ ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ്. ശർക്കര ഉണ്ടാക്കുന്നതും അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ കുറേ തവണ നമ്മൾ കണ്ടിട്ടുള്ളതാവും. അതാണ് വിശദമായി ഒന്നും വീഡിയോ എടുക്കാത്തത്. ഇപ്പോൾ കമ്പനി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പ്രധാനമായും ഇവിടെ നിർത്താനുള്ള കാരണം ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. പിന്നെ ഇതുവഴി വാഹനങ്ങളൊക്കെ കയറി വരുന്നത് ഒരു മനോഹരമായ കാഴ്ചയാണ്. റീൽസുകളിൽ സ്ഥിരം കാണുന്ന KSRTCയുടെ ഒരു എൻട്രി ഉണ്ട്. അത് ഇവിടെയാണ്. കരിമ്പിൻ്റെ വേസ്റ്റ് എല്ലാം ശർക്കര ഉണ്ടാക്കാൻ വേണ്ടി കത്തിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതാണ് റോഡരികിലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത്. മറയൂർ ശർക്കര എന്ന ബോർഡൊക്കെ കാണാം. അതുപോലെ ഇരുട്ടാവാറായെങ്കിലും പുറത്ത് കരിമ്പ് ജ്യൂസൊക്കെ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. മറയൂർ ശർക്കര രാസവസ്തുക്കളൊന്നും ചേർക്കാത്തതും പ്രദേശത്ത് വളർത്തുന്ന പ്രാദേശികമായിട്ടുള്ള കരിമ്പൊക്കെ ഉപയോഗിച്ച് മാത്രം നിർമ്മിക്കുന്നതുമായിട്ടുള്ള ജൈവ ശർക്കരയാണ്. മറയൂർ അറിയപ്പെടുന്നത് തന്നെ ചന്ദനക്കാടുകളും പഞ്ചസാര സമ്പുഷ്ടമായിട്ടുള്ള ശർക്കര ഉൽപാദനത്തിനുമാണ്. അങ്ങനെ ഇരുട്ടു മുമ്പുള്ള കുറച്ചു കാഴ്ചകളൊക്കെ പകർത്തി പതിയെ താഴേക്കിറങ്ങുകയാണ്.
സ്ഥിരം മൂന്നാറിലേക്ക് വരുന്നവർക്കൊക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ്. സ്ഥിരം കാണുന്ന തേയിലക്കാടുകൾ അതുപോലെ ഡാമുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കാഴ്ച അനുഭവം തരുന്ന ഒരു സ്ഥലമാണ് കാന്തല്ലൂരും മറയൂരുമൊക്കെ. അതുപോലെ മൂന്നാറിൽ നിന്നും മറയൂരിലേക്കുള്ള വഴികളും കാന്തല്ലൂരിലേക്കുള്ള വഴികളുമൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന റൂട്ടുകളാണ്. മൂന്നാറിൽ നിന്നും മറയൂരിലേക്ക് ധാരാളം KSRTC സർവീസുകളുമുണ്ട്. അതുപോലെ തന്നെ മറയൂരിൽ നിന്നും കാന്തല്ലൂരിലേക്ക് ഓരോ മണിക്കൂറുകളിലും KSRTCയും പ്രൈവറ്റ് ബസ്സും സർവീസ് നടത്തുന്നുണ്ട്. മറയൂരിൽ നിന്നും കാന്തല്ലൂരിലേക്ക് ഏകദേശം 14 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. കാന്തല്ലൂരിൽ നിന്നും മറയൂരിലേക്ക് പോകുന്ന യാത്രാമധ്യേയുള്ളൊരു മനോഹരമായ കാഴ്ച മേഘങ്ങൾ മുട്ടിയുരുമി നിൽക്കുന്ന മൂന്നാർ മലനിരകൾ. അതങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ദേ വരുന്നു ആനവണ്ടി. നല്ലൊരു ദൃശ്യഭംഗിയായിരുന്നു. അല്പനേരം കഴിഞ്ഞ് ഞാനും യാത്ര തുടർന്നു. അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ തൽക്കാലം അവസാനിപ്പിക്കാം. വീണ്ടും കാണാം മറ്റൊരു യാത്രയിൽ.